യെസ് മക്കളെ, പ്രോഗ്രാമിംഗ് ഇൻ C++ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് വെബ് ആപ്ലിക്കേഷൻ +2 കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രാക്ടിക്കലിന് ഏറ്റവും ഉപകാരപ്പെടുന്ന നെക്സ്റ്റ് സെക്ഷൻ, അതായത് പാർട്ട് ബി, വെബ് ആപ്ലിക്കേഷൻ. നമുക്ക് പഠിക്കാനുള്ളത് 6 പ്രോഗ്രാംസ് അല്ലേ. അപ്പം നമുക്ക് 6 പ്രോഗ്രാംസ് ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാം. അതിന് മുമ്പേ ഫസ്റ്റ് ടോപ്പിക് ഏതാ? ഫസ്റ്റ് ടോപ്പിക് കേരള ടൂറിസം. യെസ്, കേരള ടൂറിസം. യെസ് മക്കളെ, കേരള ടൂറിസത്തിൽ നമുക്ക് എന്തൊക്കെ നടക്കുന്നത്? ഡിസൈൻ എ സിമ്പിൾ വെബ് പേജ്, അട്രാക്റ്റീവ് വെബ് പേജ് ഫോർ കേരള ടൂറിസം. നമുക്ക് എന്തും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എല്ലാവർക്കും അറിയാം HTML ആണ്. HTML ഈസ് ആദ്യം പഠിക്കേണ്ടത് HTML ഏത് ടൈപ്പാ? യെസ്, കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പോൾ HTML ഓപ്പണിംഗ് ഉണ്ടാവും, ക്ലോസിംഗ് ഉണ്ടാവും. മക്കളെ നോക്കാം, ജസ്റ്റ് ഒരു HTML 2 പാർട്ടാണുള്ളത്. ഹെഡ് പാർട്ടുണ്ട്, ബോഡി പാർട്ടുണ്ട്. ഹെഡ് പാർട്ടിൽ ജസ്റ്റ് ഒരു ടൈറ്റിൽ മെൻഷൻ ചെയ്തു, കേരള ടൂറിസം. എന്നിട്ട് ബോഡിൻ്റെ ഉള്ളിൽ BG കളർ. ഈ BG കളർ എന്ന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ബോഡിക്ക് 8 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. BG കളർ, ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ലിങ്ക്, എലിങ്ക്, വീലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. തീർന്നു. ജസ്റ്റ് ഒരു സെൻറ്റർ ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? H1 മുതൽ ജസ്റ്റ് കേരള ടൂറിസം എന്നുള്ള ഒന്ന് പ്രിന്റ് ചെയ്യാം. എങ്ങനെടാ? H1U. എന്താ H1? ഹെഡിങ് ടാഗ് ആണ് അല്ലേ. യു എന്ന് പറഞ്ഞാൽ എന്താ? യു അണ്ടർലൈൻ വരും. ഫോണ്ട് മീൻസ് കളർ. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ടെക്സ്റ്റിന് കളർ കൊടുക്കണമെങ്കിൽ ഫോണ്ട് യൂസ് ചെയ്യും. ഫോണ്ട് ഗ്രീൻ ആണ് ഞാൻ സെറ്റ് ചെയ്ത്. കേരള ടൂറിസം എന്നുള്ള പ്രിന്റ് ചെയ്യും. ഫോണ്ട് ക്ലോസ് ചെയ്യുക, യു ക്ലോസ് ചെയ്യുക, H1 ക്ലോസ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഓൾ ആർ കണ്ടെയ്നർ ടാഗ്. യെസ്, പാരഗ്രാഫ് ടാഗ് തുടങ്ങാം. ജസ്റ്റ് സം സെറ്റ് ഓഫ് സെന്റൻസ് കൊടുക്കാം. അതേപോലെ പാരഗ്രാഫ് ക്ലോസ് ചെയ്യാം. സിമ്പിളാണ്. ദെൻ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ഇമേജ് ആഡ് ചെയ്യുക അല്ലേ. ആ ഇമേജ് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്, ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി സിസ്റ്റത്തിൽ ഉണ്ടാവും. അതാണെങ്കിൽ ആ ഇമേജ് കൊടുക്കാം. ഹോമിലിട്ടണേ. ഹോമിലിട്ടാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സോ അത് കോപ്പി ചെയ്യാം. ജസ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാലോ. യെസ്, ഈ കോഡ് ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാം. യെസ്, കോപ്പി ചെയ്യാം. നേരെ പേസ്റ്റ് ചെയ്യാം. തീർന്നു, ടാസ്ക് കഴിഞ്ഞു. ജസ്റ്റ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി HTML കളർ കോഡ് നോക്കണം. ഇത് കളർ വരാൻ കാരണം ഞാൻ ഓൾറെഡി HTML ഫയൽ സേവ് ചെയ്തതിനാൽ. ഇല്ല എങ്കിൽ കളർ കോഡ് വരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഫയലിൽ പോവാം, സേവ് ആസ് .html കേട്ടോ. .html വരണേ, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കേരള .jpg. യെസ്, ബിൽഡിൽ കയറുക, നേരെ എക്സിക്യൂട്ട് ചെയ്യാം. തീർന്നു. യെസ്, ഇത്രേ ഉള്ളൂ. സിമ്പിൾ വെബ് പേജ്. പക്ഷേ അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ഇമേജ് എന്താ വരാഞ്ഞില്ലെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ കൊടുക്കാത്തതിനാലാണ് കേട്ടോ. മക്കളെ വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇതിലുള്ള തന്നെ ഒരു ഇമേജ് കൊടുക്കണമെങ്കിൽ ഞാനിപ്പം എജു പോർട്ടിൻ്റെ ഒരു ഇമേജ് അല്ല, എജു പോർട്ടിൻ്റെ ഇമേജ് അല്ല, eju11.jpg എന്നിട്ട് ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹോമിൽ. സോ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. യെസ്, കേരള ടൂറിസം. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ടാഗും കൊടുക്കാം. വേണ്ടത് ഹെഡിങ് ടാഗ് വേണേ. H1, H2, H3, H4, H5, H6. അതാണ് ഹെഡിങ് ടാഗ്സ്. മാർക്ക് കൊടുത്താൽ നല്ല രസം ഉണ്ടാവും. മാർക്ക് കൊടുത്തു നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. മാർക്ക് കൊടുക്കാം. മാർക്ക്. യെസ്, മാർക്ക് എന്നുള്ളത് കൊടുക്കാം. എന്താ? ഗോഡ്സ് ഓൺ കൺട്രി. യെസ്, ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? മാർക്ക് ക്ലോസ് ചെയ്യാം. മാർക്ക് ഈസ് എ കണ്ടെയ്നർ ടാഗ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഒരു ലൈൻ വരണമെങ്കിൽ HR ഈസ് ആൻ empty ടാഗ്. അങ്ങനെയുള്ള ഓരോ ടാഗ് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. യെസ്, ഇതാ കണ്ടോ? ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക്. ആ മാർക്ക് ക്ലോസ് ചെയ്തത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ആ മാർക്ക് എന്നുള്ള കമൻറ്റ് വന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും HTML ആണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുവേ. That's all. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഈസ് ഓവർ. യെസ്, സെക്കൻഡ് 12th എക്സ്പെരിമെന്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്യലാണ് അല്ലെ. ലിങ്കാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേരാണ് എ ടാഗ്, HREF അല്ലെ. വെബ് പേജ് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എ ടാഗ്. ഓക്കെ, നമുക്ക് നോക്കാം. സെക്കൻഡ് പ്രോഗ്രാം സ്കൂൾ അഡ്രസ് ആണ് അല്ലെ. ഒരു വെബ് പേജ് ഉണ്ടാക്കാം. വെബ് പേജ് ഓഫ് അബൌട്ട് യുവർ സ്കൂൾ. ഒരു സ്കൂളിന്റെ വെബ് പേജ് ഉണ്ടാക്കാം. അതേപോലെ എന്ത് ചെയ്യുക? ഒരു അഡ്രസ് എന്നുള്ള ഒരു വെബ് പേജും ക്രിയേറ്റ് ചെയ്യാം. തമ്മിൽ കണക്ഷൻ അല്ലെ. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകണം. സിമ്പിളാണ്.
ടാഗിൽ വേറെ ഒന്നും പഠിക്കാനില്ല. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ചെയ്യേണ്ടത് ഈ ഒരൊറ്റ ടാസ്ക് മാത്രം. ഈ ഒരൊറ്റ ടാസ്ക് ക്ലിക്ക് ചെയ്യുക. ഇത് മാത്രം പഠിച്ചാൽ മതി. AHREF അല്ലെ, അഡ്രസ് ഡോട്ട് HTML. എപ്പം അഡ്രസ് എന്നുള്ള ടാഗ് അടിക്കുമ്പോൾ, ഇതാണ് കണ്ടെയ്നർ ടാഗാണ്. ഈ അഡ്രസ് എന്നുള്ള ടാഗ് അടിക്കുമ്പോൾ നേരെ എന്തിലേക്ക് പോടാ? കണ്ടെയ്നറിലേക്ക് പോകും. എന്തിലേക്ക് പോകും? അഡ്രസ്സിലേക്ക് പോകും. അഡ്രസ് എന്നുള്ള വെബ് പേജ്. അപ്പോൾ ഇതിനുള്ള ടാസ്കിനുള്ള ചെറിയ പ്രശ്നം, 2 വെബ് പേജ് ഉണ്ടാക്കണം. അഡ്രസ് ഡോട്ട് HTML എന്നുള്ള വെബ് പേജ് ഉണ്ടാക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കല്ലേ, ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര പ്രോഗ്രാം ചെയ്യണം? 2 പ്രോഗ്രാം ചെയ്യണം. യെസ്, 2 പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് തീർന്നു. ജസ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ജീനിയിലേക്ക് വരാം. ജീനിയിൽ ഞാൻ എന്ത് ചെയ്യാം? ഈ പ്രോഗ്രാമിന് പകരം ഒരു ഫയൽ ന്യൂ അടിക്കാം. യെസ്, ആ ന്യൂവിൽ ഞാൻ എന്ത് ചെയ്യാം? ഈ പ്രോഗ്രാം ഇൻസേർട്ട് ചെയ്ത്, അപ്പം അല്ലേ ബിഗ് സൈസിലേക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് Ctrl+ അടിക്കാം അല്ലേ. യെസ് മക്കളെ, സിമ്പിൾ. യെസ് 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 യെസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് റിമൂവ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്തു. ആ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യണം അല്ലേ. സേവ് ആസ് എന്താ ചെയ്യുക? എജു പോട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന 12th പ്രോഗ്രാം. സോ edu12.html ജസ്റ്റ് സേവ് ചെയ്തു. തീർന്നു. ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അഡ്രസ്സിൻ്റെ ഫയൽ വേണം അല്ലേ. അപ്പോൾ അഡ്രസ്സിൻ്റെ പ്രോഗ്രാം എടുക്കാം. ജസ്റ്റ് അഡ്രസ്സിൻ്റെ പ്രോഗ്രാം എടുക്കാം, കോപ്പി ചെയ്യാം. address.html ഇതാ, address.html ജസ്റ്റ് കോപ്പി ചെയ്യാം. നേരെ കോഡിലേക്ക് വരിക, ജീനിയിലേക്ക് വരിക. നേരെ എന്ത് ചെയ്യുക? ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യുക അല്ലേ. ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് സേവ് ചെയ്യാം. മക്കളെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ടത് ഒറ്റ ടാസ്കുള്ളൂ. ഇത് 2 പേജ് ലിങ്ക് ചെയ്യാണ്. 2 പേജ് ലിങ്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഇത് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് പേരാ കൊടുക്കേണ്ടത്? എന്ത് പേരാ കൊടുക്കുക? address.html അല്ലേ. address.html. അപ്പോൾ ഇത് ക്ലിയർ ആണോ എന്നുള്ള അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണടാ? നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോവാം. ആദ്യത്തെ പ്രോഗ്രാമിൽ ഞാൻ കൊടുത്തത് ക്യാപിറ്റൽ address.html ആണ്. അപ്പം ഞാനിപ്പോൾ കൊടുത്തത് ഈ address.html ആണ്. ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ഇതിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യാം. Ctrl+S സേവ് ചെയ്യാം. എക്സിക്യൂട്ട്സ്. സിമ്പിൾ. എക്സിക്യൂട്ട്സ്. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടോ സ്കൂൾ നെയിം. ഞാൻ ജസ്റ്റ് സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് എന്താണുള്ളത് ആ പേര് ചെയ്താൽ പ്ലേസ് ചെയ്ത ഈ സിറ്റുവേറ്റഡ് ഇൻ കുറച്ച് സ്കൂളിനെ പറ്റി കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്യാറ്. കണ്ടോ അഡ്രസ് എന്നുള്ള ബട്ടൺ നോക്കി. അപ്പം ഫയൽ നോട്ട് ഫൗണ്ട്. കാരണം നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഗ്രാം എവിടെ സേവ് ചെയ്യണം? HTML address.html എവിടെ സേവ് ചെയ്യണം? ഡെസ്ക്ടോപ്പിൽ. ഈ ലൊക്കേഷൻ തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് അഡ്രസ്സിൽ പോവാം, ഫയലിൽ സേവ് ആസ്. യെസ് മക്കളെ, സിമ്പിളാണ്. .html ഇട്ടിട്ട് ഒന്ന് ഫയൽ ഒന്ന് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. യെസ് മക്കളെ, തീർന്നു. എന്നിട്ട് വീണ്ടും എജുപോർട്ടിൻ്റെ 12.html edu12.html വരിക, നേരെ എക്സിക്യൂട്ട് ചെയ്യാം. എന്തുണ്ടെങ്കിലും യെസ് ഇതാ കണ്ടോ, ഇത്രേ ഉള്ളൂ. ടാസ്ക് കഴിഞ്ഞ്. അപ്പം ഇവിടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് കൂടി ഞാൻ ഒരുമിച്ച് കാണിക്കുകയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. സെക്കൻഡ് പ്രോഗ്രാം ഈസ് ഓവർ. എന്നാൽ തേർഡ് പ്രോഗ്രാമിലേക്ക് പോകാം. തേർഡ് പ്രോഗ്രാം എന്താ ചെയ്യുക? തേർഡ് പ്രോഗ്രാം അതിലേറെ സിമ്പിളാണ്. ലിസ്റ്റ് ചെയ്യലാണ്. അൺഓർഡേർഡ് ലിസ്റ്റാണ് അല്ലേ. പേജ് ഇതേമാതിരിയുള്ള ഒരു വെബ് പേജ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഈ തന്നിട്ട് ശേഷം ബുള്ളറ്റാണ് തന്നത്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ മൈൻഡിൽ കയറണം. അൺഓർഡേർഡ് ലിസ്റ്റാണ്. UL ആണ്. അപ്പോൾ ഏതൊക്കെ ലിസ്റ്റാണെന്നുള്ള വൈവക്ക് ചോദിക്കും. ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. എന്താ അൺഓർഡേർഡും ഓർഡേർഡും തമ്മിലുള്ള വ്യത്യാസം? അൺഓർഡേർഡ് എന്നാൽ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഉണ്ടാവില്ല, സിമ്പിൾസ് ആണ്. എന്നാൽ ഓർഡേർഡിൽ എന്താ ഉണ്ടാവും? 1 2 3 ABCD റോമൻ. അപ്പോൾ സിമ്പിൾ പ്രോഗ്രാമാണ്. ഒരു 5-6 ലൈൻ മാത്രമേ ഉള്ളൂ. യെസ്, ഈ കോഡ് ജസ്റ്റ് HTML എല്ലാവർക്കും അറിയാം. ബോഡിയിൽ വേണമെങ്കിൽ കളർ കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് സിയാൻ കളർ കൊടുത്തു എന്നുള്ളൂ അല്ലേ. ഹെഡിങ് ആയിട്ട് വരണം. ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ H2 ഇടുക. അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. സോ UL. ഈ ULന് മാറ്റിയിട്ട് അവിടെ ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ എന്ന് കൊടുത്താൽ സർക്കിളാണ് വരിക. ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് കൊടുത്താൽ സ്ക്വയറാണ് വരിക. ഇത് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് ഡിസ്ക് ആണ് വരിക. മക്കളെ ശ്രദ്ധിച്ചോ. LI എത്ര എലമെൻസാണ് തന്നത്? 5 എലമെൻസാണ് തന്നത്. അത് ജസ്റ്റ് LI ഇടാം.
തീർന്നു. ജസ്റ്റ് ഒന്ന് കോഡ് കോപ്പി ചെയ്യാം. നമുക്ക് കോഡ് കോപ്പി ചെയ്യാം. വളരെ സിമ്പിൾ കോഡാണ് തേർഡ് വൺ. അപ്പം അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം പോരാ. അത്രേ ഉള്ളൂ. യെസ്, ഞാൻ കോപ്പി ചെയ്തു. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. ബിൽഡിൽ സേവ് ഓൾറെഡി സേവ്ഡ് ഫയൽ ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നോർമൽ പ്രൊസീജിയർ സേവ് ചെയ്യാം. യെസ് മക്കളെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. 13th എക്സ്പെരിമെന്റ് ഈസ് ഓവർ. സെറ്റ് അല്ലേ? എന്നാ പോവാം 14th. നമുക്ക് ചാപ്റ്റർ നമ്പർ 5 വെബ് ഡിസൈനിങ്ങിൽ ഒരുപാട് സെക്ഷൻ പഠിച്ചിരുന്നു. ഏതൊക്കെ? ലിസ്റ്റ് ഉണ്ട്, അതേപോലെ ടേബിൾ ഉണ്ട്, ഫോം ഉണ്ട്. ഈ 3 സെക്ഷനാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പം ആദ്യത്തെ ലിസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത പോരാട്ടം ടേബിളിന്റെ പോരാട്ടമാണ്. ടേബിൾ എന്ന് പറയുമ്പോൾ മൈൻഡിൽ കയറേണ്ടത് ഒരൊറ്റ കാര്യമാണ്. ടേബിൾ എന്ന് പറഞ്ഞാൽ റോസും കോളംസും ഉള്ള. അപ്പൊ ടേബിളിന് ഔട്ടർ കൂടെ ഒരു ബോർഡർ വേണം. അപ്പൊ ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ട് വേണം. രണ്ടാമത്തെ, ടേബിളിനെ സപ്പോർട്ട് ചെയ്ത് 3 ടാഗ് ഉണ്ട്. TR, TH, TD. എന്താ TR? ടേബിളിന്റെ റോ ആണ്. TH എന്ന് പറഞ്ഞാൽ ടേബിളിൽ ഹെഡിങ് വേണോ, TH വേണം. TD എന്ന് പറഞ്ഞാൽ എന്താ? ടേബിളിന്റെ ഡാറ്റ. തീർന്നു. യെസ്, നമുക്ക് നോക്കി നോക്കാം. ഇന്ന് ടേബിൾ എന്താണ്, ഏത് ടൈപ്പ് ടേബിളാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കണം. യെസ്, ഏത് ടൈപ്പ് ടേബിളാ? ഒന്ന് നോക്കാം മക്കളെ. ഏത് ടൈപ്പ് ടേബിളാ? ഡിസൈൻ എ വെബ് പേജ് കണ്ടെയ്നിങ് എ ടേബിൾ ഷോൺ ഇൻ ബിലോ. യെസ്, സിമ്പിൾ. ഏത് ടേബിളാ? യെസ്, ഏതാടാ? ഡിസൈൻ വെബ് പേജ് കണ്ടെയ്ൻ ഇങ്ങനത്തെ ഒരു ടേബിൾ ഉണ്ടാക്കണം. സിമ്പിളാണ്. അതിൽ പഠിക്കേണ്ടത് ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നുള്ള ഫസ്റ്റ് കാണുന്ന എലമെന്റ് തന്നെയാണ്. എന്താ ഫസ്റ്റ് എലമെന്റ്? അത് ക്യാപ്ഷൻ ടാഗാണ്. ടേബിളിന് ഹെഡിങ് കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ടാഗാണ് ക്യാപ്ഷൻ ടാഗ്. യെസ്, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. വളരെ സിമ്പിൾ ടോപ്പിക്ക്. നമ്മൾ പഠിക്കേണ്ടത് ഒരൊറ്റ ടേബിൾ മാത്രം പഠിക്കുക. നോക്ക്, ടേബിൾ ബോർഡർ ഈക്വൽ ടു 1. ഇതിന്റെ അർത്ഥം ടേബിളിന് പുറത്തു കൂടെയുള്ള ഔട്ടർ ലൈൻ, ഔട്ടർ ബോർഡറായി. ആ സെക്ഷൻ കഴിയും. ടേബിളിന് ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നുള്ള ഹെഡിങ് വേണം. അതുകൊണ്ട് ക്യാപ്ഷൻ ടാഗ് കൊടുക്കാം. ഇനി വേണ്ടത് ഓരോ റോ അങ്ങനെ ആലോചിക്കുക, മനസ്സിൽ കാണാം. എന്താ ഫസ്റ്റ് റോ? പ്ലാനറ്റ്, ഡേ ലെങ്ത്, ഇയർ ലെങ്ത്. അത് ബോൾഡാണ്, കട്ടിയാണ്. അപ്പൊ TH. കണ്ട, ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാം. 3 ഒരുമിച്ച് പഠിച്ചു പോകണം. തീർന്നു. ഇങ്ങനെ പഠിച്ചു പോയാൽ ഒരു ജന്മത്ത് തെച്ചൂല. പ്ലാനറ്റ്, ഡേ ലെങ്ത്, ഇയർ ലെങ്ത് 3 TH-ലിടുക. അപ്പൊ അത് ഉണ്ടാക്കണമെങ്കിൽ റോ വേണം. ഇനി അടുത്ത പറയും, അടുത്ത് ഒരു കട്ടിയൊന്നുമില്ല, ബോൾഡ് ഒന്നുമില്ല. സോ TR, അടുത്ത 3 ടീം. യെസ്, 3 ടീം. തീർന്നു. ഇത്രയുള്ളൂ. അടുത്ത 3 ടീം, ടേബിൾ കഴിഞ്ഞു. യെസ്, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോപ്പി ചെയ്യാം. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പെട്ടെന്ന് കോപ്പി ചെയ്യാം. യെസ് മക്കളെ, തീർന്നു. കോപ്പി ചെയ്യാം. നേരെ ജീനിയിലേക്ക് വരാം. ആ ജീനിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ ചെയ്ത സാധനം ഒന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് പേസ്റ്റ് ചെയ്യാം അല്ലേ? പേസ്റ്റ് ചെയ്തു. ആ പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഫയൽ സേവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട്. ദാറ്റ്സ് ഓൾ. കിട്ടിയില്ലേ? അപ്പം മക്കൾ പഠിക്കേണ്ടത് ഒന്നുമില്ല. ടേബിളിൽ TR, TH, TD ടേബിളിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കാം. തീർന്നു. യെസ്, പോവാം. അപ്പൊ അടുത്ത 5th വൺ. അപ്പൊ ചാപ്റ്റർ 5 നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത്? ലിസ്റ്റ് കഴിഞ്ഞു, ടേബിൾ കഴിഞ്ഞു. ഇനി ഏതാ? യെസ്, ലാസ്റ്റ് വൺ, ഫോം. വളരെ സിമ്പിൾ സാധനം, ഫോം. അപ്പൊ ഫോം അല്ലെ? യെസ് മക്കളെ, ഫോം എങ്ങനെ നോക്കാം? ഏത് ഫോമാണ് ഉണ്ടാക്കേണ്ടത്? ഏത് ഫോം ഉണ്ടാക്കാം? ഡിസൈൻ എ സിമ്പിൾ വെബ് പേജ് ആണ്. യെസ് മക്കളെ, സിമ്പിൾ ഒരു വെബ് പേജ്. ക്ലയന്റ് ലോഗിൻ, യൂസർ നെയിം അല്ലെ? അവിടെ യൂസർ നെയിം നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഫോം, യൂസർ നെയിം, പാസ്വേഡ് ഒക്കെ ചോദിക്കുന്ന ലൈൻ. പക്ഷെ ഇത് പ്രോപ്പർലി അറേഞ്ച്ഡ് ആണ്. കണ്ടങ്ങളെ, അത് ശ്രദ്ധിച്ചങ്ങളെ, പ്രോപ്പർ അറേഞ്ച്മെന്റ് ആണ്. കണ്ട, ഇതൊക്കെ ഒരേ ലൈനിൽ, ഇതൊക്കെ ഒരേ അലൈൻമെന്റ്. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഫോം വരുന്നത് ടേബിളിന്റെ ഉള്ളിലായിട്ടാണ്. ടേബിളിന്റെ ഉള്ളിലായിട്ട് വരുമ്പോൾ പക്ക അലൈൻമെന്റ് ആവും. ടേബിളിന് ബോർഡർ കൊടുക്കാതെ കൊടുത്തു നോക്കാം. യെസ്, നമുക്ക് നോക്കി നോക്കാം. ഇതുവരെ എല്ലാവർക്കും അറിയാം ഫോം ഉണ്ടാക്കി. ഫോമിന്റെ ഉള്ളിൽ അവർ ചെയ്ത ടാസ്ക് ഇത്രേ ഉള്ളൂ. ടേബിൾ ഉണ്ടാക്കി. ഫസ്റ്റ് ടേബിളിന് ബോർഡർ കൊടുത്തില്ലെങ്കിൽ ഔട്ടർ ലൈൻ ഉണ്ടാവില്ല. കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാം, ഫസ്റ്റ് റോയിൽ നിങ്ങൾ കാണുന്നതാ, ഇതൊക്കെ ടേബിളായിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഫസ്റ്റ് കാണുന്നത് ഈ ക്ലയന്റ് ലോഗിൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് റോ TR, കട്ടിയിൽ തന്നെ വന്നോട്ടെ. TR, TH, ക്ലയന്റ് ലോഗിൻ, TH ക്ലോസ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് റോ കഴിഞ്ഞു. യെസ്, ഫസ്റ്റ് റോ കഴിഞ്ഞു. നെക്സ്റ്റ് ലൈൻ എന്താ കാണുന്നത്? ഫസ്റ്റ് 2 എലമെന്റ് ഉണ്ട് അല്ലെ? ഒന്ന് യൂസർ നെയിം ഉണ്ട്, GHSS ആ എഴുതിയ ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് സെലക്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ? യെസ്, ഫോമിന്റെ ഉള്ളിൽ 3 സപ്പോർട്ടിങ് ടാഗ്സ് ആണ്. ഇൻപുട്ട്, ടെക്സ്റ്റ് ഏരിയ, സെലക്ട്. ഇൻപുട്ടിന്റെ ഉള്ളിൽ 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെ 5 ആട്രിബ്യൂട്ട്സ്? അതിൽ ടൈപ്പ് ഉണ്ട്.
ടൈപ്പിൻ്റെ ഉള്ളിൽ 7 വാല്യൂസ് ഉണ്ട്. ടെക്സ്റ്റ്, പാസ്വേഡ്, റേഡിയോ, ചെക്ക് ബോക്സ്, ബട്ടൺ, സബ്മിറ്റ്, റീസെർച്ച് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. യെസ്, സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് റോയിൽ എന്തൊക്കെ കാണുന്നത്? യൂസർ നെയിമും കാണുന്നുണ്ട്, ഒരു എന്തും കണ്ടടാ, ഒരു ടെക്സ്റ്റ് ബോക്സും ഉണ്ട്. അപ്പം എന്താ, യൂസർ നെയിം കണ്ടോ, യൂസർ നെയിം, ദെൻ ഒരു ടെക്സ്റ്റും, തീർന്ന്. അപ്പോൾ ഇത് ഒരുമിച്ച് പഠിക്കും മക്കളെ, ഒരുമിച്ച് പഠിച്ചു പോകാം. TD യൂസർ നെയിം എന്ന് പറയുമ്പോൾ യൂസർ നെയിം, ആ യൂസർ നെയിം ഒന്ന്. അടുത്ത റോല് അടുത്ത കോളത്തിലാണ് എന്ത് വരിക, ഈ ബോക്സ് വരണ്ടേ. ഈ ബോക്സിനെ പറഞ്ഞ പേരാണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്ന ബോക്സ് ടൈപ്പിക്കൽ ടെക്സ്റ്റ്. തീർന്നു. എന്നാൽ ഞാൻ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്, ഞാൻ പഠിപ്പിക്കാതെ. അപ്പോൾ അടുത്ത റോല് ഫസ്റ്റ് TDയിൽ പാസ്വേഡിന് കയറ്റും, ഈ സ്ഥാനത്ത് പാസ്വേഡ് കയറ്റും. അടുത്തത് എന്താ, ഇത് നെക്കിയാൽ ഒരു ഫീലിംഗും ഇല്ല, ദാറ്റ് ഈസ് അത് പാസ്വേഡാണ്, സിമ്പിൾ. ഇതേമാതിരി കോപ്പി പേസ്റ്റ്. ഇനി ലാസ്റ്റ് വൺ എന്താ, ലാസ്റ്റ് വൺ ഒരു സബ്മിറ്റ് ബട്ടൺ വേണം, ഒരു ക്ലിയർ ബട്ടൺ വേണം. ക്ലിയർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഇല്ല, റീസെറ്റ് ആണ്. അപ്പം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇതാ സബ്മിറ്റും റീസെറ്റും. പക്ഷേ നമ്മളെ കണ്ണിൽ കാണുന്നത് ക്ലിയർ എന്നാണ്. കണ്ണിൽ കാണുന്ന സാധനം ദാറ്റ് ഈസ് കോൾഡ് വാല്യൂ. സ്റ്റാൻഡേർഡ് ചെയ്ത സാധനം എന്താ, സബ്മിറ്റും റീസെറ്റും. യെസ്, ഒന്ന് കോഡ് നോക്കി നോക്കുക അല്ലേ. യെസ്, ഈ HTML ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. മക്കളെ, ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ജീനിയിലേക്ക് വരാം. ജീനിയിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലേ. യെസ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്കത് തീർക്കാൻ സാധിച്ചു അല്ലേ. ഫോം വളരെ ഭംഗിയായിട്ട്. എന്നിട്ട് ലാസ്റ്റ് ടാബിൾ ക്ലോസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ബിൽഡിൽ വരിക, എക്സിക്യൂട്ട്. മക്കളെ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, സേവ് ചെയ്യാൻ വിട്ടുപോകരുതേ. യെസ്, ടാബിളായി. ആ ടാബിളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇതാ ക്ലിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ടെക്സ്റ്റ്. ഇതെന്താണ്, പാസ്വേഡാണ്. ഒന്നും ഫീലിംഗ് ഉണ്ടാവില്ല. യെസ്, ക്ലിയർ എന്നുള്ള ബട്ടൺ നിൽക്കിയാൽ മൊത്തം ക്ലിയർ ആവും അല്ലേ. ടൈപ്പ് ചെയ്ത് പാസ്വേഡ് അടിച്ച് സബ്മിറ്റ്. യെസ്, ഡോണ്ട് സേവ്. എന്നാ എന്താ സംഭവിച്ചേ? അത് എന്തുകൊണ്ട് സംഭവിച്ചു വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ക്ലൈൻറ്റ് സൈഡാണ്. അത് സെർവറിലേക്ക് പോകുമ്പോൾ ആക്ഷൻ നമ്മൾ ചാപ്റ്റർ 10 പഠിച്ചിട്ടുണ്ടാവാം. PHPയിൽ നിൽക്കുമ്പോൾ സബ്മിറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ ആക്ഷൻ കൂടെ മറ്റൊരു പേജ് PHP പേജ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഫോമിൻ്റെ ഉള്ളിൽ ആക്ഷനും മെത്തേഡും. അറിയാത്തവർ നോട്ട് ചെയ്യണേ, വൈവ ചോദിക്കും. എന്തുകൊണ്ട് സബ്മിറ്റ് നിൽക്കുമ്പോൾ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക്കാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. യെസ്, അങ്ങനെയാണെങ്കിൽ വെബ് ഡിസൈനിങ് എന്നുള്ള പാർട്ട് നമ്മൾ തീർന്നു. ഇനിയാണ് ജാവാസ്ക്രിപ്റ്റ് പല സ്കൂളുകളും ചിലപ്പം ഒഴിവാക്കിയിട്ടുണ്ടാവാം. എങ്കിലും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കംപ്ലീറ്റ് പഠിക്കുകയാണ്. യെസ്, വളരെ സിമ്പിളായിട്ട് കേസ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോമിൽ ഒരു സ്ട്രിങ്. മക്കളെ, ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ സ്ട്രിങ് എന്നുള്ളത് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കൂട്ടി വായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ സ്ട്രിങ് എന്നുണ്ടാവും. ഇവിടെ എന്ത് വേണം മക്കളെ? യെസ്, ഇവിടെ ഒരു ബോക്സ്, സാധാ ബോക്സ്. അവിടെ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അത് ഏത് ബോക്സാണ്? ടൈപ്പ് ചെയ്താൽ കാണണം. അപ്പം ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണ്. എന്നിട്ട് 2 ബട്ടൺ വേണം, 2 അപ്പർ കേസും 2 ലോവർ കേസും. തീർന്നു. ഇനി എന്ത് ചെയ്യുക, ഞാൻ ഈ ബട്ടൺ നിൽക്കുമ്പോൾ 2 അപ്പർ കേസ് എന്നുള്ള ബട്ടൺ നിൽക്കുമ്പോൾ നേരെ അപ്പർ കേസ് വരണം. ആദ്യം ചെയ്യേണ്ട പണി ഇതൊന്നല്ല ചിന്തിക്കേണ്ടത്, ഈ ഫോം ഇതേമാതിരി ഡിസൈൻ ചെയ്യാം. ഈ ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ കോഡ് അങ്ങനെ നോക്കരുത്. യെസ്, ഇവിടെ മുതൽ മാത്രം കോഡ് വായിക്കുക, ഇത് മാത്രം നിങ്ങൾ പഠിക്കുക. ഇത്രേ ഉള്ളൂ. ബോഡിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഫോമിന് ഒരു പേര് കൊടുക്കണം, നിർബന്ധമാണ്. ഫോമിന് കൊടുത്ത പേര് FRM എന്നാണ്. ഫോമിൻ്റെ പേരായതുകൊണ്ട് FRM എന്ന് കൊടുത്തു. ഇതും നല്ല പ്രോപ്പർലി അറേഞ്ച്ഡ് ആയതുകൊണ്ട് ടേബിൾ വഴിയാണ് ചെയ്യുന്നത്. യെസ്, ഫസ്റ്റ് റോല് ഒരു സ്ട്രിങ് വേണം അല്ലേ. 2 കാര്യം വേണ്ടേ. ഒരു സ്ട്രിങ് എന്നുള്ള ഇംഗ്ലീഷും അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സും. ടൈപ്പ് ചെയ്യാനുള്ള ബോക്സ് ടെക്സ്റ്റ് നെയിമിന് ഒരു N1 കൊടുത്തു. തീർന്നു. മൈൻഡിൽ കയറേണ്ട, ഫോമിന് ഒരു പേര് കൊടുക്കണം, ടെക്സ്റ്റ് ബോക്സിന് ഒരു പേര് കൊടുക്കണം. തീർന്നു. അടുത്ത റോല് എന്താ വേണ്ടി? യെസ്, അടുത്ത റോല് 2 ബട്ടനാണ്. ഏതാ ബട്ടൺ വേണ്ടി? ഒന്ന് 2 അപ്പർ കേസ് എന്നുള്ള ബട്ടൺ വേണം. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ബട്ടനാണ്. വെറുതെ നെക്കി കളിക്കുന്ന സാധനമാണ് ബട്ടൺ. സബ്മിറ്റ് ആണെങ്കിൽ മറ്റൊരു പേജിലേക്ക് പോകും. അപ്പോൾ ഇത് ചുമ്മാ ഒരു ബട്ടൺ. അയിമ ക്ലിക്ക് ചെയ്യണം. കണ്ടാ, ഓൺ ക്ലിക്ക്. എന്താടാ, ഓൺ ക്ലിക്ക്. അയിമ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺവേർട്ട് ടു അപ്പർ കേസ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ മുകളിലുണ്ട്, വെയിറ്റ് ആൻഡ് സീ. ദെൻ വാല്യൂ ഈക്വൽ ടു ആ ബട്ടമ കാണുന്ന ഇംഗ്ലീഷാണ് ടു അപ്പർ കേസ്. കഴിയും. എന്താണോ നമ്മൾ കാണുന്നത് അതാണ് ടു അപ്പർ കേസ്, അതാണ് വാല്യൂവിൽ കൊടുക്കാം. അപ്പോൾ ഫംഗ്ഷനിലേക്ക് പോവാം. ഫംഗ്ഷൻ വളരെ സിമ്പിളാണ്. ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. യെസ്, ഒരു 3 ലൈൻ മാത്രം പഠിക്കാം. വളരെ സിമ്പിൾ 3 ലൈൻ. ഇതാ
ഫംഗ്ഷൻ ടു അപ്പർ. ഇതിങ്ങനെ ചെയ്യാം. ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ടു അപ്പറിൽ ടു ലോവർ ആക്കിയാൽ മതി. യെസ്, വളരെ സിമ്പിൾ. ഒരു വേരിയബിൾ ഉണ്ടാക്കാം. എത്ര വേരിയബിൾ? 2 വേരിയബിൾ, എക്സും വൈയും. ആദ്യം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന എലമെന്റ് ഈ ഈ ഈ ബോക്സിനെ പറഞ്ഞ പേര് FRM, ഔട്ടർ ബോക്സിനെ പറഞ്ഞ പേര് FRM, ഈ ബോക്സിനെ പറഞ്ഞ പേര് N1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ പുറത്ത് നിൽക്കുന്ന ആളാണ്. ഇവിടെ പുറത്ത് നിൽക്കുന്ന ആൾ ഈ ബോക്സിൻ്റെ ഉള്ളിലത്തെ വാല്യൂ എനിക്ക് കിട്ടണം. എന്താ ചെയ്യാം? യെസ്, സിമ്പിൾ ഇംഗ്ലീഷ്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എല്ലാവർക്കും അറിയാം, പ്രിന്റ് ചെയ്യാനാണ്. അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് ഫോമിൻ്റെ ഉള്ളിലേക്ക് കയറാം. FRM ഡോട്ട് ഏത് ബോക്സത്തെ വാല്യൂ വേണ്ടേ? N1ത്തെ N1 ഡോട്ട് വാല്യൂ. തീർന്നു. എക്സിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ആ ടൈപ്പ് ചെയ്ത വാല്യൂ എക്സിലെത്തി. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ അപ്പർ കേസ് ആണ്. ഓൾറെഡി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. ഏതൊക്കെ ജാവാസ്ക്രിപ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്? 6 ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. അലേർട്ട്, ഈസ് ഞാൻ, ടു അപ്പർ കേസ്, ടു ലോവർ കേസ്, ക്യാരറ്റ്, ലെങ്ത്. തീർന്നു. നേരെ പിടിച്ചിടുക എക്സിൻ്റെ അപ്പർ കേസ്, എക്സ് ഡോട്ട് ടു അപ്പർ കേസ്. എവിടെ? അതേ ബോക്സിൽ. അപ്പോൾ സെയിം സാധനം. ആ സെയിം കോഡിനെ ടു ലോവർ കേസ് ആക്കാം. തീർന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് റൺ ചെയ്ത് നോക്കിയാലോ? യെസ് മക്കളെ, കോപ്പി ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. Ctrl+C. യെസ്, കോപ്പി ചെയ്യാം. മക്കളെ ടൈപ്പ് ചെയ്യാനുള്ള കേട്ടോ, ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൂ. ബിൽഡ് ചെയ്യാം. കമ്പൈൽ. സോറി, കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എക്സിക്യൂട്ട്. പറഞ്ഞ പോലെ ഫോം വന്നിട്ടുണ്ട് അല്ലെ? ഫോം വന്നിട്ടുണ്ട് മക്കളെ, കണ്ടോ? പ്രോപ്പർ അലൈൻമെന്റാ. ഇത് സ്ട്രിങ്, അതിൻ്റെ അടുത്ത റോലാണ് അടുത്ത ആള്. യെസ്, ഇപ്പം ഞാൻ ജസീം എന്നുള്ളത് കൊടുത്തു. ടു അപ്പർ കേസ്. ഒന്നും സംഭവിക്കുന്നില്ല. നല്ല അടിപൊളിയാണല്ലോ. അപ്പം നമ്മൾ നേരെ തിരിച്ചു വരാം. കോഡിലേക്ക് വരുമ്പം ലുക്കൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ആ ഫംഗ്ഷനെ കോൾ ആവുന്നില്ല. അപ്പോൾ ഫംഗ്ഷനിലേക്ക് ജസ്റ്റ് നോക്കാം. ഫംഗ്ഷൻ്റെ പേര് കൺവേർട്ട് ടു അപ്പർ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അല്ലെ, കൺവേർട്ട് ടു അപ്പർ കേസ്. ആ സെന്റൻസ് ഒക്കെ നോക്കണേ. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കൺവേർട്ട്, യെസ് ടു അപ്പർ എന്ന് കൊടുത്ത്, ടു അപ്പർ. പേരൊന്ന് ചുരുക്കാൻ വേണ്ടിയാണ്, ടു അപ്പർ. അതേപോലെ ഞാൻ ഇവിടെ എന്ത് ചെയ്ത്, ടു ലോവർ. ജസ്റ്റ് ഒരു പേര് മാറ്റിയെന്നോളൂ. നേരെ വരിക. യെസ്, ഇവിടുത്തെ മിസ്റ്റേക്ക് അതല്ല. ഓൺ ക്ലിക്ക്. കണ്ടോ? ഓൺ ക്ലിക്ക്. ജാവന്റെ മാത്രം പ്രത്യേകതയാണ്. 2 വേർഡ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ആവണം. യെസ്, ഓൺ ക്ലിക്ക്. ഞാൻ പേര് മാറ്റിയ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കൂടി ചേഞ്ച് വരുത്താണ്. യെസ്, ഓൺ ക്ലിക്ക്. ഞാൻ എന്താ പേര് കൊടുത്തത്? ടു അപ്പർ അല്ലേ? ടു അപ്പർ എന്നുള്ളത് ഇവിടെ ചുമ്മാ കൊടുക്കാം. മാറ്റാം. ടു അപ്പർ, കൺവേർട്ട് ടു അപ്പർ കേസ് എന്നുള്ള പേര് മാറ്റിയിട്ട് ടു അപ്പർ. അതേപോലെ താഴത്തുള്ള ഫംഗ്ഷൻ എന്ത് പേര് കൊടുക്കണം? ടു ലോവർ. യെസ്, ടു ലോവർ. Ctrl+S. സേവ് ചെയ്യാം. നേരെ ബിൽഡിൽ വരാം. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുമോ നോക്കാം നമുക്ക്. യെസ് മക്കളെ, ജസീം എന്നുള്ളത് കൊടുത്തു. ടു അപ്പർ കേസ്. യെസ് അല്ലെ? എന്തോ ഒരു സ്മോൾ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് നോക്കാം, ക്ലിയർ ചെയ്യാം. യെസ് മക്കളെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്കാണ് വന്നത്? നമുക്ക് ഞാൻ ഇവിടെ ഫോമിന് കൊടുത്ത പേര് N1 ആണ് അല്ലേ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു N1 ആണ്. നമ്മൾ പ്രോഗ്രാമിലേക്ക് ജസ്റ്റ് നോക്കാം. യെസ്, പ്രോഗ്രാമിൽ നോക്കുമ്പോൾ S1 ഡോട്ട് വാല്യൂ ഈക്വൽ ടു. യെസ്, വളരെ സിമ്പിളാണ്. ഇവിടുത്തെ മിസ്റ്റേക്ക് N1 ആണ് അല്ലേ? S1 എന്നുള്ള വേരിയബിൾ ആണ് ഇതിലുള്ള കോഡ്. അപ്പം ഞാൻ അത് അതേപോലെ കോപ്പി ചെയ്തെന്നുള്ളൂ. യെസ് മക്കളെ, വളരെ സിമ്പിൾ. N1ലേക്ക് മാറ്റാം അല്ലേ? N1ലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. യെസ്, ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്. യെസ്, ടു അപ്പർ കേസ്. ഇത്ര ഉള്ളൂ ഈ കോഡ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ മൈന്യൂട്ട് എറർ ആയിരിക്കും ജാവാസ്ക്രിപ്റ്റിൽ. അതുകൊണ്ടായിരിക്കും നിങ്ങളെ സ്കൂളിൽ പ്രോഗ്രാംസ് ഒഴിവാക്കാൻ സാധ്യതയുള്ളത്. അപ്പം മക്കൾ ശ്രദ്ധിക്കണേ. അപ്പം ഇതിൽ ഞാൻ 123 എന്ന് കൊടുത്താൽ എന്താ വരിക? അതിന് അപ്പർ കേസ് ഉണ്ടാവുമോ? ഇല്ല. അതിന് ലോവർ കേസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ. അങ്ങനത്തെ ഔട്ട്പുട്ടൊക്കെ വന്നാൽ ഒന്നും ടെൻഷൻ ആവരുത്. ടു അപ്പർ കേസ്, ടു ലോവർ കേസ്. ദാറ്റ്സ് ഓൾ. യെസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയാക്കാം. വെബ് ഡിസൈനിങ് എന്നുള്ള പാർട്ട് B വളരെ ഭംഗിയാക്കി തകർത്താടി വരിട്ടാ. ഓക്കെ, താങ്ക് യു.